ജമ്മു കശ്മീരിൽ മണ്ണിടിച്ചിലിൽ 3 മരണം. റംബാൻ മേഖലയിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, ഇപ്പോഴും അവിടെ മഴ തുടരുകയാണോ? എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പ്രദേശത്ത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഈ പ്രദേശത്തെ ചെറിയ തോതിൽ മഴ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ രാത്രി ഇന്ന് പുലർച്ചയോടെയാണ് സേരി ഭാഗന എന്ന് പറയുന്ന പ്രദേശത്തെ മേഘവിസ്ഫോടനം ഉണ്ടായത് തന്നെ അവിടെ ഉള്ള ആളുകൾ, അധികൃതരെല്ലാവരും തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ വലിയ തോതിൽ വെള്ളം കുത്തിയിറങ്ങി വന്നു. വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായി. വാഹനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ റോഡിലൂടെ ഒഴുകി നടക്കുന്നൊരു അവസ്ഥയുണ്ടായി. അങ്ങനെ മണ്ണിടിച്ചിലിൽപ്പെട്ട ആളുകളാണ് 3 പേർ മരണപ്പെട്ടത്. ഒപ്പം തന്നെ ഏകദേശം 10-ലധികം ആളുകൾക്ക് പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ഈ വലിയ തോതിൽ മഴ ഇപ്പോഴും തുടരുന്നതെല്ലാം തന്നെ ചെനാബ് നദി കരകവിഞ്ഞൊഴുകാൻ കൂടി കാരണമായിട്ടുണ്ട്. ഈ ചെനാബ് നദിയോട് ചേർന്നുള്ള ഒരു ഗ്രാമം, ധരംകുണ്ട് എന്ന് പറയുന്ന ഗ്രാമം, അവിടെ ഒറ്റപ്പെട്ട നിരവധി ആളുകൾ, ഏകദേശം 100-ലധികം ആളുകളെ ഇപ്പോൾ സുരക്ഷാ സേന ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തി മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മണ്ണിനിടയിൽ ഇപ്പോഴും നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിനകത്തെല്ലാം തന്നെ ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ ഉള്ള NDRFിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കും ഉണ്ട്. പക്ഷേ 3 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇപ്പോഴും മഴ തുടരുന്നത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ റംബാൻ ജില്ലയിൽ അവിടെ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടുതൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ സേരി ഭാഗ്ന എന്ന് പറയുന്ന പ്രദേശത്തെ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന മഴ അത് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിവരങ്ങൾ നൽകിയത്. മണ്ണിടിച്ചിലിൽ 3 മരണം സംഭവിച്ചിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും ചെറിയ തോതിൽ മഴ തുടരുന്നുണ്ട് എന്നുള്ളതുമാണ് അർജുൻ റിപ്പോർട്ട്